ഞാൻ എൻ്റെ സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുന്ന ഒരു പ്രത്യേക ക്രൈറ്റീരിയയും കാറ്റഗറീസും ഒക്കെ വെച്ചിട്ടാണ്. എപ്പോഴും അവർ നമ്മൾക്കൊപ്പം നിൽക്കണം, നമ്മളുടെ നല്ല മനസ്സുകൾക്ക് ഉടമയായിരിക്കണം, തെറ്റുകൾക്കൊപ്പം സഞ്ചരിക്കാത്തവരായിരിക്കണം എന്നുള്ള ആഗ്രഹമൊക്കെ എനിക്ക് നിർബന്ധമായിട്ടുണ്ട്. അപ്പം ഇത്തരത്തിൽ ഞാൻ സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുമ്പോൾ ഞാൻ അവരുടെ ഫാമിലി കൂടെ നോക്കും. അവരവരുടെ ഫാമിലിയെ നന്നായിട്ട് സംരക്ഷിക്കുന്നവരാണോ, അവർ സ്ത്രീകളോട് നന്നായിട്ട് ഇടപെടുന്നവരാണോ, കുട്ടികളെ പരിഗണിക്കുന്നവരാണോ എന്നുള്ളതൊക്കെ വളരെ കൃത്യമായി മനസ്സിലാക്കിയതിന് ശേഷം മാത്രമാണ് ഞാൻ അവരോട് കൂട്ടുകൂടാറുള്ളത്. അപ്പോഴങ്ങനെ ഇരിക്കെ ഞങ്ങളിങ്ങനെ എൻ്റെ സുഹൃത്തുമായിട്ട് ഫാമിലി ഇഷ്യൂസ് സംസാരിക്കുമ്പോൾ എൻ്റെ ഫ്രണ്ട് എന്നോട് അവൻ്റെ ഭാര്യയെക്കുറിച്ച് പറഞ്ഞത്, ഓളെൻ്റെ മാലാഖയാണ്. ഒരു ജീവിതത്തിൽ സന്തോഷങ്ങൾ ഉണ്ടാകാൻ ഈ ഒരു ശബ്ദം, ഈ ഒരു മാധുര്യം നിറഞ്ഞ വാക്കുകൾ മതി. അവളുടെ എല്ലാ അരുതായ്മകളെയും ഞാൻ എൻ്റെ നെഞ്ചോട് ചേർക്കും. ഓളെൻ്റെ കൂടെ കൂട്ടിയ, ഓൾക്ക് ഏതൊക്കെ വയ്യായികകളുണ്ടോ, ഓൾക്ക് എന്തൊക്കെ തരത്തിലുള്ള ചീഞ്ഞ നാറ്റങ്ങളുണ്ടോ, അതൊക്കെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ്. അത്രയും പറയുമ്പോൾ തന്നെ ആ ഫാമിലിയിൽ മഹത്വം നമുക്ക് മനസ്സിലാവും. അതാണ് സൗഹൃദം. അത്തരത്തിൽ സ്വന്തം കുടുംബത്തെയും ഭാര്യയെയും കുട്ടികളെയും നോക്കുന്ന ഒരു നല്ല വ്യക്തിത്വങ്ങളുണ്ട്. ഈ വ്യക്തിത്വങ്ങളെ എങ്ങനെയാണ്, ഈ വ്യക്തിത്വങ്ങളെ നമ്മളിൽ എത്തിപ്പെടുമ്പോൾ കിട്ടുന്ന പോസിറ്റിവിറ്റി, അതാണ് നമുക്ക് വേണ്ടത്. അതിനെയാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. അതാണ് മക്കളെ നല്ല ജീവിതം എന്ന് പറയുന്നത്, നല്ല സന്തോഷം എന്ന് പറയുന്നത്.